പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുഹൃദയ വെള്ളിയാഴ്ചയാണ്. ഇന്ന് പരിശുദ്ധ ബലിയിൽ പങ്കെടുത്ത്, ഇന്നലെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ച് കുരിശിൻ്റെ വഴി ചൊല്ലി ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്നറിയാം. ഇനി പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ഇന്ന് സായാഹ്നത്തിൽ ബലി അർപ്പിക്കണം. ഇന്നലെ അച്ഛൻ തിരുവനന്തപുരത്തായിരുന്നു. ഇന്ന് ദേവസഹായം പിള്ളേർ അവിടെ വന്നിരിക്കുകയാണ്. ശരിക്ക് യാത്രയിലുടനീളം അച്ഛനും ബേബി പോൾ മാഷും അതുപോലെ അഖിൽ എന്ന് പറയുന്ന നമ്മുടെ ബിടെക്കുകാരനും കൂടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും ധാരാളം ജപമാല, കരുണക്കൊന്ത, അതുപോലെ തന്നെ നമസ്കാരങ്ങൾ, ഓരോ സമയത്തിനുള്ള നമസ്കാരങ്ങളുണ്ട്. അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി, ഇതൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായ ഒരു അനോയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ വ്യാഴാഴ്ച നമ്മുടെ വെട്ടുകാട് പള്ളിയിലാണ്, അവിടെയാണ് കഴിഞ്ഞത്. അവിടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് വെള്ളിയാഴ്ച, തിരുഹൃദയ വെള്ളിയാഴ്ച, ഇവിടെ ദേവസഹായം പിള്ളേർ അവിടെ വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള അതാണ് മുഖത്തൊരു പ്രഭവകേന്ദ്രം. അതെന്താണെങ്കിൽ ശരിക്കും ഇന്നലെ വെട്ടുകാട് പള്ളിയിൽ ശക്തമായിട്ടുള്ള പ്രാർത്ഥന, ഇന്ന് അങ്ങനെ തീർത്ഥാടനങ്ങളെ ചടക്ക് വല്ലപ്പോഴൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ സമയം കുറവാണ്, പക്ഷേ ശരിക്കും അത് ഫുൾ പ്രയറിൽ അങ്ങോട്ട് പോകും. ഫുൾ പ്രയർ, ആ പ്രയറിൻ്റെ ഒരു ടീമിനെടുക്കും. ഈശോയോട് ചോദിക്കും ഈശോയെ ആരൊക്കെയാണ് വേണ്ടത്, അപ്പോൾ ഈശോ പറയും. എന്നിട്ട് പിന്നെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു ഭയങ്കരമായ, എന്നെ സംബന്ധിച്ച് ഒരു 5 ദിവസത്തെ റിട്രീറ്റ് കൂടിയത് പോലെയാണ്. പിന്നെ വെട്ടുകാട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് ദേവസഹായം പിള്ളേർ അവിടെ ഈശോ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് നാളെ വൈകിട്ട് ട്രിവാൻഡ്രം ഒന്ന് തിരിച്ചു പോകും. പിന്നെ നാളെ പുലർച്ചെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ജോബിൻ്റെ പുസ്തകം 22-21. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. എങ്ങനെയാണ് ദൈവവുമായിട്ട് രമ്യതയിലാവുക? ഹലോ ദൈവം, ഹൗ ആർ യു ഓക്കെ? അങ്ങനെയാണോ രമ്യത? നോ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവവുമായിട്ട് ഒരു ദൈവ പൈതൽ രമ്യതയിലാവുക, സമാധാനത്തിൽ കഴിയുക. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. അപ്പോൾ നിനക്ക് നന്മ വരും. നിനക്ക് എപ്പോഴാണ് നന്മ വരിക എന്ന് വചനം പറയാണ്. ദൈവവുമായിട്ട് രമ്യതയിലായി സമാധാനത്തിൽ. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം വരണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് രമ്യതയിലാവുക. രമ്യതയിലാവാത്തിടത്തോളം കാലം, നിൻ്റെ പാപം ഏറ്റുപറയാത്തിടത്തോളം കാലം നിനക്ക് സമാധാനം ഉണ്ടാകില്ല, നിനക്ക് നന്മയുണ്ടാകില്ല. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അച്ചോ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറയാന്നുള്ളതിൻ്റെ കാരണം എന്താണെന്നറിയാം സഹോദരങ്ങൾ? ദൈവമായിട്ട് രമ്യതയിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് നിനക്ക് ഭവിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ആശീർവാദ വേളയിൽ, പ്രത്യേകിച്ച് ഇന്ന് തിരുഹൃദയ വെള്ളിയാഴ്ചയാണ്, നമുക്ക് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങുമായി രമ്യതയിലാകാൻ തക്കതായ ഒരു കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.